ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ച 9 പേർക്ക് നാടിന്റെ യാത്രാമൊഴി. പൊതുദർശനത്തിൽ വെച്ച ഭൗതിക ശരീരങ്ങളിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ജില്ലയിൽ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ വാഹനാപകടങ്ങളിൽ ജീവൻ പൊലിഞ്ഞത് 21 പേർക്ക്. അപകടങ്ങൾ ഏറെയും അമിതവേഗവും ഗതാഗത നിയമലംഘനവും മൂലം. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. ചെറുനാരങ്ങയ്ക്കും തീപിടിച്ച വില. നിയമപോരാട്ടം വിജയം കണ്ടതോടെ സ്വരാജ് റൗണ്ടിന്റെ ഇന്നർ ഫുട്പാത്ത് തൃശൂർ പൂരത്തിനു മുൻപ് പൂർണ്ണമായി സഞ്ചാരയോഗ്യമാകും. സ്വപ്ന തിയേറ്റർ മുതൽ തെക്കേ ഗോപുര നട വരെയുള്ള ഭാഗമാണ് ടൈൽ വിരിച്ച് നവീകരിച്ചത്. മണ്ണുത്തി മാടക്കത്തറയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്നു. 4 സെന്റ് ഉന്നതിയിൽ താമസിക്കുന്ന നിഖിലാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർ കസ്റ്റഡിയിൽ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പൂരത്തിന് തിങ്കളാഴ്ച കൊടിയേറും. ഗുരുവായൂർ താമരയൂർ കൊടുവള്ളിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലും പുതുക്കാട് സ്വാമിയാർക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും മോഷണം. കൊടുവള്ളിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പണവും പൂജാപാത്രങ്ങളും കവർന്നു. വാർത്തകളിലേക്ക് വിശദമായി. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ച 6 അധ്യാപകരടക്കം 9 പേരുടെ ഭൗതിക ശരീരം മലപ്പുറം പാങ്ങ് വള്ളിപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ 8:30യോടെയാണ് ഭൗതിക ശരീരങ്ങൾ പൊതുദർശനത്തിനായി സ്കൂളിൽ എത്തിച്ചത്. 9 ആംബുലൻസുകളിലായാണ് പൊള്ളാച്ചിയിൽ നിന്നും മൃതദേഹങ്ങൾ കൊണ്ടുവന്നത്. ആയിരക്കണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടാണ് മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ അപകടത്തിൽപ്പെട്ടത്. വാൽപ്പാറ ചുരം റോഡിൽ നിന്ന് 300 അടി താഴ്ചയിലേക്കാണ് വാഹനം മറഞ്ഞത്. പള്ളിപ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിലെ പ്രധാന അധ്യാപിക P. അജിത, അധ്യാപികമാരായ റംലത്ത്, സുഹറ, ആശ, അധ്യാപകൻ അബ്ദുൾ മജീദ്, ഭാര്യ റുക്കിയ, പാചകത്തൊഴിലാളി സാജിദ, സുഹറയുടെ മകൻ ഹിഷാം, സമീപ സ്കൂളിലെ അധ്യാപിക ഷക്കീം എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. മൃതദേഹങ്ങൾ വൈകിട്ടോടെ സംസ്കരിച്ചു. ജില്ലയിൽ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ വിവിധ വാഹനാപകടങ്ങളിലായി ജീവൻ പൊലിഞ്ഞത് 21 പേർക്ക്. ഇരുചക്ര വാഹന യാത്രികരാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത്. ഏപ്രിൽ 1 മുതൽ 17 വരെ ഉണ്ടായ അപകടങ്ങളിൽ മരിച്ചവർ ഏറെയും ചെറുപ്പക്കാരാണ്. ചെറുതും വലുതുമായ 50ഓളം അപകടങ്ങൾ 3 ആഴ്ചക്കിടെ ഉണ്ടായിട്ടുണ്ട്. നിയന്ത്രണം വിട്ട വാഹനങ്ങൾ വൈദ്യുതി പോസ്റ്റിലും ഡിവൈഡറിലും ഇടിച്ചാണ് പല അപകടങ്ങളും ഉണ്ടായത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നതും അശ്രദ്ധയും അമിതവേഗവുമാണ് അപകടങ്ങൾക്ക് ഇടയാകുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് ഡ്രൈവർമാരുടെ അശ്രദ്ധ തന്നെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ റോഡ് എഞ്ചിനീയറിംഗിലുള്ള പ്രോബ്ലംസും റോഡ് മാർക്കിങ്സ് ശരിയല്ലാതെ ഇരിക്കുന്നതും പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് റോഡുകളിലില്ലാത്തതും ഒക്കെ ഒരു കാരണങ്ങളാണ്. മറ്റുള്ള ആളുകൾക്ക് അപകടമില്ലാത്ത രീതിയിൽ വാഹനം ഓടിക്കുന്നതിലാണ്, അതായത് ഡിഫെൻസീവ് ഡ്രൈവിംഗ് ആണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. അത് ഇടയായിട്ട് ആരും അങ്ങനെ ചെയ്ത് കാണുന്നില്ല. അതാണ് ഈ അപകടങ്ങൾ കൂടാനായിട്ട് ഒരു കാരണമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഈ അപകടങ്ങൾ നടക്കുന്ന സമയത്ത് ഇവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ മദ്യപിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ വണ്ടി പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അതിൻ്റെ മദ്യത്തിൻ്റെ മണം നമുക്ക് കിട്ടും. പക്ഷേ മറ്റു പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലും നമുക്കത് സ്മെല്ലിൽ കൂടെ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. അവരെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തേണ്ട സാഹചര്യം ഉണ്ട്. പിന്നെ രാത്രികാല അപകടങ്ങളിലെയും ഇപ്പോൾ പല വാഹനങ്ങളിലും മഞ്ഞ നിറത്തിലുള്ള ലൈറ്റുകൾ പിടിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഫോഗ് ലാമ്പുകൾ ടൂറിസ്റ്റ് വാഹനങ്ങളിലും സ്വകാര്യ കാറുകളിലും ഇപ്പോൾ സ്കൂട്ടറിലടക്കം മഞ്ഞ ലൈറ്റ് ഘടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് ഓരോ ലൈറ്റിനും 5000 രൂപ വെച്ചിട്ടാണ് ഫൈൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്നിരുന്നാലും അത് കണ്ടമാനം വാഹനങ്ങളിലുണ്ട്. റോഡപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കുട്ടികൾ റോഡിലോ റോഡരികിലോ കളിക്കുന്നില്ലെന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് യാതൊരു കാരണവശാലും വാഹനങ്ങൾ നൽകരുത്. ബൈക്കുകളിലുള്ള ദൂരയാത്രക്കാർ, പ്രത്യേകിച്ച് ഗ്രൂപ്പായുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം. വിനോദയാത്രകൾ കൃത്യമായി റൂട്ട് പ്ലാനിംഗ് കൊണ്ട് സമയമെടുത്തു മാത്രം നടത്തുക. രാത്രി 11 മുതൽ പുലർച്ചെ 5 വരെയുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കുക. അനിവാര്യമായ സാഹചര്യങ്ങളിൽ രാത്രി ഡ്രൈവിംഗിൽ പരിചയമുള്ളവരെ മാത്രം നിയോഗിക്കുക. ഇവർക്ക് പകൽ സമയം കൃത്യമായി വിശ്രമം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി കൃത്യമായി നടത്തുക. ഇരുചക്ര വാഹന യാത്രക്കാർ നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കുക. കാർ യാത്രികർ സീറ്റ് ബെൽറ്റ് ധരിക്കുക. റോഡ് നിയമങ്ങൾ കർശനമായി പാലിക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകളാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിട്ടുള്ളത്. TCV ന്യൂസ്, തൃശൂർ. ദേശീയപാത 66 ചാവക്കാട് മേഖലയിൽ അപകടങ്ങളും അപകട മരണങ്ങളും തുടർക്കഥയാകുന്നു. ഗതാഗത നിയമം ലംഘിച്ചുള്ള വാഹനയാത്രയും കാൽനടയാത്രയുമാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. 2 മാസത്തിനകം ദേശീയപാതയിലെ ചാവക്കാട് മേഖലയിൽ 4 പേർക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. നിരവധി പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. ദേശീയപാതയിൽ എതിർദിശയിലേക്ക് വാഹനം കൊണ്ടുപോകൽ പാടില്ല എന്നിരിക്കെ ഇരുചക്രവാഹന യാത്രക്കാർ ഈ നിർദ്ദേശം പാലിക്കാറില്ല. കാൽനടയാത്രക്കാർ അശ്രദ്ധമായി ദേശീയപാത മുറിച്ചു കടക്കുന്നതും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാണ്. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും അമിത വേഗതയും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. താൽക്കാലിക പടികൾ നിർമ്മിച്ചും കല്ലുകൾ അടക്കിവെച്ചുമാണ് ആളുകൾ ദേശീയപാതയിലേക്ക് കടക്കുന്നത്. നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും ജീവന് വില കൽപ്പിക്കാതെയാണ് പലരും ഈ രീതിയിൽ ദേശീയപാതയിലേക്ക് കടക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ തടയാൻ ബന്ധപ്പെട്ടവർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ചാവക്കാട്. സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. കഴിഞ്ഞ ദിവസം ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗമാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. ഇന്നലത്തെ മൊത്തം വൈദ്യുതി ഉപഭോഗം 116.11 ദശലക്ഷം യൂണിറ്റായിരുന്നു. വൈകുന്നേരത്തെ ആവശ്യകത 6013 മെഗാവാട്ടാണ്. 2024 മെയ് 3 രേഖപ്പെടുത്തിയ 115.94 ദശലക്ഷം യൂണിറ്റിനെയാണ് നിലവിൽ മറികടന്നിരിക്കുന്നത്. ഏപ്രിൽ 14 വൈദ്യുതി ആവശ്യകത 6012 മെഗാവാട്ടായിരുന്നു. വേനൽ കടുക്കുന്നതിനൊപ്പം സംസ്ഥാനത്തെ പഴം പച്ചക്കറി വിപണിക്കും തീ പിടിക്കുകയാണ്. കൂടുതൽ ആവശ്യക്കാരുള്ള ചെറുനാരങ്ങയുടെ വിലയാണ് ഏറെ കുതിച്ചുയരുന്നത്. 1 മാസം മുൻപ് കിലോയ്ക്ക് 50 രൂപ മുതൽ 60 രൂപ വരെ വിലയുണ്ടായിരുന്ന നാരങ്ങയ്ക്ക് നിലവിലെ ചില്ലറ വിപണിയിൽ 200 രൂപ മുതൽ 250 രൂപ വരെയാണ് ഈടാക്കുന്നത്. വലിപ്പവും ഗുണനിലവാരവും കൂടിയ ഇനങ്ങൾക്ക് ചിലയിടങ്ങളിൽ ഇതിലും ഉയർന്ന നിരക്കാണുള്ളത്. അയൽ സംസ്ഥാനങ്ങളിലെ ഉൽപാദനക്കുറവാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. കേരളത്തിലേക്ക് പ്രധാനമായും നാരങ്ങ എത്തുന്നത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ്. ഇതര സംസ്ഥാനങ്ങളിൽ മഴക്കുറവിനെ തുടർന്ന് നാരങ്ങ കൃഷി തകർച്ചയിലാണ്. വേനൽക്കാലമായതോടെ നാരങ്ങയുടെ ഉപയോഗം ഇരട്ടിയായി. ചെറുകിട ശീതള പാനീയ കച്ചവടക്കാരെയാണ് വിലക്കയറ്റം രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഇതിങ്ങനെ ചൂടിനിങ്ങനെ കയറാറുണ്ട് ചെറുനാരങ്ങ, പക്ഷെ ഇത്രയും കയറാറില്ല. മാക്സിമം ഒരു 130-150 വന്നിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് സർവത്ത് വില കൂട്ടാണ്ട് വരും, നിവൃത്തിയില്ല. ലൈമ് വില കൂട്ടേണ്ട വരും, അങ്ങനെ എല്ലാം കൂട്ടേണ്ട വരും. അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. പഞ്ചസാരക്കും വില കൂടിയില്ലേ? പഞ്ചസാരക്ക് ഇപ്പൊ 48ആയി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. ഹായ്, ടുലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ടുലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ടുലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ടുലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center.
ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി ജനശബ്ദം. സംസ്ഥാനത്ത് കടുത്ത വേനൽ ചൂട് തുടരുകയാണ്. ഉയർന്ന താപനിലയും അസഹ്യമായ ഉഷ്ണവും ജനങ്ങളുടെ ദിനചര്യയെ തന്നെ ബാധിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു കടുത്ത ചൂടിലും ചൂടൊന്നും വക വെക്കാതെ ഇവിടെ കുറച്ച് ചേച്ചിമാർ ഇവിടെ നമ്മുടെ നഗരങ്ങളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ചൂട് എങ്ങനെയുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, എങ്ങനെയുണ്ട് ഈ ഒരു ജോലിക്കിടയിൽ നിങ്ങൾക്ക് ചൂട് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ചൂട് നല്ലോണം എടുക്കുന്നുണ്ട്. മേലാകെ പൊള്ളലേറ്റ് തുടങ്ങിയിട്ട് കുരുക്കളും ഒക്കെ പൊന്തുണ്ട്. അല്ലാതെ ചൂട് നല്ലോണം ഉണ്ട്. ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ചൂടത്ത്? ഞങ്ങൾക്ക് രാവിലെ ഈ ചൂട്, രാവിലത്തെ ഒരു വെയിലുണ്ട്, ഇതിനേക്കാളും കടുപ്പാണ് രാവിലത്തെ. ആ വെയിൽ കാണുമ്പോൾ കുഴഞ്ഞു പോണ പോലെ തോന്നും. കയ്യും കാലും തലകറക്കൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. എത്ര നേരം ഉണ്ടാവും ഈ ഒരു ജോലി ടൈം? എങ്ങനെയാണ്? 12:30 വരെ ഉണ്ട് ഈ ജോലി. അപ്പൊ അത്രയും ടൈം നിങ്ങൾ ഇവിടെ ഈ ഒരു വെയിൽ വക വെക്കാതെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്? അതെ, അതെന്ന് വെച്ചാൽ നമ്മുടെ പൂരാണ്, അത് നമ്മൾ ഭംഗിയാക്കണം, കളറാക്കണം. അപ്പൊ അതുകൊണ്ട് വെയിലൊരു പ്രശ്നമല്ല. വെയിലും ആയാലും മഴയായാലും തണലും ഞങ്ങൾക്ക് പണി തന്നെ വേണം. നല്ല ചൂടാണ്. ഇപ്പോൾ അത്യാവശ്യം ഇതുവരെ കഴിഞ്ഞു. ഇപ്പോൾ മഴക്കാർ തുടങ്ങിയിട്ടുണ്ട് ഇന്നോട്ട്. എന്നാലും സഹിക്കാൻ പറ്റാത്ത പുഴുക്കാണ്, ചൂടല്ല, ഒരു ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഇവിടുത്തെ ചൂടൊക്കെ കാരണം വിശ്രമിക്കാനായിട്ട് മരത്തിന്റെ ചോട്ടിൽ 2 പിള്ളേർ ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചൂട്? നല്ല ചൂടാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോഴത്തെ കാലാവസ്ഥ തന്നെ ഭയങ്കര മോശമായിട്ടാണ് വരുന്നത്. വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. അത്ര നല്ല ചൂടാണ്. ഞങ്ങളിപ്പോൾ ബാങ്കിലേക്ക് ഒരു ആവശ്യത്തിന് വന്നാ നടക്കാൻ കൂടിയും പറ്റണില്ല. അത്ര ചൂടായ കാരണം ഇപ്പോൾ ഇവിടെ കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കാനായിട്ട് എന്താണ് അതേപോലത്തെ ചൂടാണ് ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ മുന്നത്തെ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ വട്ടാണ് ചൂട് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ഈ വർഷം തന്നെ ചൂട് കൂടുതൽ. ഓരോ ദിവസം ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുക. വീട്ടിലിരിക്കാനും പറ്റുന്നില്ല, പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര ചൂടാണ്. ഞാനൊക്കെ രാവിലെ നേരത്തെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോണ ഒരു സ്ഥിതി വെച്ചിട്ടായി. ചൂട് കാരണം ഒരു 10 മണി കഴിഞ്ഞ് പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറി. ദേഹം ഒക്കെ 10 മണി കഴിഞ്ഞ് നമ്മൾ വണ്ടിമേ ഇറങ്ങുകയാണെങ്കിൽ ദേഹം ഒക്കെ തളരുന്ന പോലെ തോന്നും. ഭയങ്കര ചൂടാണ്. വെള്ളത്തിനൊക്കെ ഭയങ്കര ദാഹമാണ്. കുടിച്ചാലും ദാഹമൊന്നും തീരില്ല. ഇപ്പോൾ അത്രയ്ക്ക് ചൂടാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് ചൂട് കാരണം. ചൂട് കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ ആവശ്യങ്ങൾക്ക് ഇറങ്ങിയല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് വരുന്നതാണ്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ, അതേപോലെ തന്നെ തലചുറ്റം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചൂട് ഈ പ്രാവശ്യമാണ് കൂടുതൽ അനുഭവപ്പെടുന്നത്. ഇപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി കുറച്ചും കൂടി ഇങ്ങനെ ചൂട് കൂടത്തേ ഉള്ളൂ. നിയമപോരാട്ടം വിജയം കണ്ടതോടെ സ്വരാജ് റൗണ്ടിന്റെ ഇന്നർ ഫുട്പാത്ത് തൃശൂർ പൂരത്തിന് മുൻപ് പൂർണ്ണമായി സഞ്ചാരയോഗ്യമാകും. സ്വപ്ന തിയേറ്റർ മുതൽ തെക്കേ ഗോപുര നട വരെയുള്ള ഭാഗമാണ് ടൈൽ വിരിച്ച് നവീകരിച്ചത്. പൊതുപ്രവർത്തകനായ ഷാജി കോടങ്കണ്ടത്ത് ഹൈക്കോടതിയിൽ 3 വർഷം തുടർച്ചയായി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് നഗരമധ്യത്തിലുള്ള നടപ്പാതയുടെ നവീകരണം സാധ്യമായത്. 2022 ഫുട്പാത്ത് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഷാജി കോടങ്കണ്ടത്ത് അന്നത്തെ മേയർക്ക് കത്ത് നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല.
തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. 2022 പൂരത്തിനു മുൻപ് അടിയന്തിരമായി ഫുട്പാത്ത് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചുവെങ്കിലും പല ന്യായീകരണങ്ങൾ പറഞ്ഞ് കോർപ്പറേഷൻ ഒഴിഞ്ഞുമാറുകയായിരുന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് ആദ്യം 25 ലക്ഷവും പിന്നീട് 1 കോടി രൂപയും നവീകരണത്തിനായി കോർപ്പറേഷൻ വകയിരുത്തി. എങ്കിലും കൊച്ചിൻ ദേവസ്വം ബോർഡ് NOC നൽകിയില്ലെന്നും കരാർ ഏറ്റെടുക്കാൻ ആളില്ലെന്നും പറഞ്ഞ് പണി വൈകിപ്പിച്ചു. കോർപ്പറേഷൻ ഭരണസമിതിയുടെ കാലാവധി തീരുന്നതുവരെ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയില്ല. മുൻ മേയർ MK വർഗീസ് പദ്ധതിക്ക് അനുകൂലമായിരുന്നുവെങ്കിലും ഭരണസമിതിയിൽ നിന്ന് അനുമതി ലഭിച്ചിരുന്നില്ലെന്നും നിലവിലെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിനും ഡെപ്യൂട്ടി മേയർ A പ്രസാദും ചുമതല ഏറ്റെടുത്ത ദിവസം തന്നെ അവർക്ക് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് എന്നും ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. കോടതിയുടെ ശക്തമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലും കോർപ്പറേഷൻ അധികാരികൾ കണ്ണു തുറന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ ഫുട്പാത്തിന്റെ പണി പൂർത്തീകരിച്ചത്. എന്തായാലും വളരെ മനോഹരമായി, സന്തോഷമുണ്ട്. ഞാനിത് കേസ് കൊടുക്കാൻ കാരണം യാദൃശ്യമായിട്ട് ഒരു ദിവസം കാലത്ത് ഞാൻ പറമ്പിലേക്ക് പോണ വഴിക്ക് ഈ നടക്കാൻ പോണ ആളുകൾ ഈ ഫുട്പാത്തിന്റെ റോട്ടിലൂടെ നടന്നു വരുമ്പോൾ വണ്ടി ഇടിക്കാൻ പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വിഷയം എന്റെ ശ്രദ്ധയിൽ പറഞ്ഞത്. പക്ഷേ വളരെ ദയനീയമായിരുന്നു ഈ ഫുട്പാത്തിന്റെ അവസ്ഥ. ഇപ്പോൾ ഇത് മനോഹരമായി, നമുക്ക് തന്നെ ഒരു അഭിമാനമുണ്ട്. നമ്മുടെ ഈ റൗണ്ടിൽ കൂടെ നടക്കുമ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. നവീകരണം പൂർത്തിയാകുന്നതോടെ ഇത്തവണ തൃശൂർ പൂരത്തിനെത്തുന്നവർക്കും പതിവ് കാൽനട യാത്രക്കാർക്കും ഇനി സ്വരാജ് റൗണ്ടിന് ചുറ്റുമുള്ള നടപ്പാതയിലൂടെ സുഖമായി നടക്കാം. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ മാടക്കത്തറയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്നു. 4 സെന്റ് ഉന്നതിയിൽ താമസിക്കുന്ന നിഖിലാണ് മരിച്ചത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന കാവുങ്കൽ വീട്ടിൽ ജിൻഡോയുടെ വീട്ടിലെത്തിയ നിഖിലും സുഹൃത്ത് കാട്ടുങ്ങൽ ഷാമോനും തമ്മിൽ തർക്കം നടന്നു. ബഹളം കേട്ട് ജിൻഡോയുടെ സഹോദരൻ ജെയ്സൺ എത്തിയതോടെ തർക്കം രൂക്ഷമായി. തുടർന്ന് വീടിന് പുറത്ത് ഏറ്റുമുട്ടൽ നടന്നു. സംഘർഷത്തിനിടെയാണ് നിഖിലിന് കുത്തേറ്റത്. നിഖിലിനെ കുത്തുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെ ഷാമോനും പരിക്കേറ്റു. പരിക്കേറ്റ ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നിഖിലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ജിൻഡോ, സഹോദരൻ ജെയ്സൺ, പിതാവ് ഔസേഫ് എന്നിവരെ മണ്ണുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂർ താമരയൂർ കൊടുവള്ളിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. 30,000-ത്തിലധികം രൂപയും വിലപിടിപ്പുള്ള പൂജാപാത്രങ്ങളും മോഷ്ടാക്കൾ കവർന്നു. പുലർച്ചെ മേൽശാന്തി നട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ഇൻവെർട്ടർ ഓഫാക്കുകയും ചെയ്ത ശേഷമാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. തെളിവ് നശിപ്പിക്കാനായി ക്ഷേത്രത്തിനകത്തെ CCTV ക്യാമറകൾ തിരിച്ചുവയ്ക്കുകയും ദൃശ്യങ്ങൾ ശേഖരിക്കുന്ന DVR എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു. ശ്രീകോവിലിന് മുന്നിലുള്ള പ്രധാന ഭണ്ഡാരം കുത്തിത്തുറന്ന നിലയിലാണ്. ഉത്സവത്തിനും വിഷുവിനും ശേഷം ഭണ്ഡാരം തുറന്ന് എണ്ണിയിട്ടില്ലാത്തതിനാൽ ഇതിൽ മാത്രം 25,000 രൂപയിൽ കൂടുതൽ ഉണ്ടാകുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രം ഓഫീസിന്റെ പൂട്ട് തകർത്ത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 5,000 രൂപയും മോഷ്ടിച്ചു. ഇതിനു പുറമെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ നിലവിളക്കുകളും പൂജകൾക്കായി ഉപയോഗിക്കുന്ന ചെമ്പിന്റെ കലശക്കുടങ്ങളും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. വിവരമറിഞ്ഞ് ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. പുതുക്കാട് സ്വാമിയാർകുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം. പ്രധാന ക്ഷേത്രത്തിന് പുറത്തുള്ള ദേവീ ക്ഷേത്രത്തിന്റെ താഴ് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന കവരവിളക്കും തൂക്കുവിളക്കുകളും നഷ്ടപ്പെട്ടു. പ്രധാന ക്ഷേത്രത്തിന്റെ താഴ് തകർക്കാൻ നടത്തിയ ശ്രമം വിജയിച്ചില്ല. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 20,000-ഓളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില ഉടൻ വർദ്ധിപ്പിച്ചേക്കും. 29-ന് ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തീരുമാനമെടുക്കുക. തീരുമാനം വൈകിക്കുന്നതിൽ ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം നടന്നു. ലിറ്ററിന് 6 രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. അതേസമയം സർക്കാരിന് വീണ്ടും കത്ത് നൽകുമെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. സർക്കാർ ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന വ്യക്തികളോട് സർക്കാർ ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം B ഗീത. ചാവക്കാട് KSEB സെക്ഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതിയിലാണ് കമ്മീഷന്റെ നിരീക്ഷണം. മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് സെക്ഷനിൽ ചെന്നയാളോട് അസിസ്റ്റന്റ് എഞ്ചിനീയർ സഭ്യമല്ലാത്ത പദപ്രയോഗങ്ങൾ നടത്തിയെന്നാണ് ആക്ഷേപം. പരാതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ നടത്തിയിട്ടുണ്ടെങ്കിൽ നിർഭാഗ്യകരമാണെന്ന് ഉത്തരവിൽ പറഞ്ഞു. ഓഫീസിലെ ജീവനക്കാർ സത്യസന്ധമായും മര്യാദയോടെയും പെരുമാറണം. ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ടത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. ചാവക്കാട് സ്വദേശി താജുദ്ദീൻ സമർപ്പിച്ച പരാതിയിലാണ് കമ്മീഷന്റെ നടപടി. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന 2ാമത് ഹിന്ദു മഹാസംഗമത്തിന്റെ വിളംബര ഘോഷയാത്ര നടന്നു. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആചാര്യൻ മോഹൻജി സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള കൊടിക്കൂറ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദയ്ക്ക് കൈമാറി. ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ വിളംബര ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. സ്വാമി നന്ദാത്മജാനന്ദ, U പുരുഷോത്തമൻ, ഡോക്ടർ PM സുധീന്ദ്രൻ, സ്വാമി തേജസ്വരൂപാനന്ദ, സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ തുടങ്ങിയവർ പങ്കെടുത്തു. ഞായറാഴ്ച നീരാഞ്ജലി ഓഡിറ്റോറിയത്തിലാണ് മഹാസംഗമം നടക്കുക. തൃശൂർ പൂരത്തിലെ ഘടകപൂരങ്ങൾക്കുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ടൂറിസം വകുപ്പിന്റെയും ധനസഹായം വിതരണം ചെയ്തു.
നീരാഞ്ജലി ഹാളിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഘടകക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായം കൈമാറി. ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ പി അജയൻ, കെ കെ സുരേഷ് ബാബു, ദേവസ്വം സെക്രട്ടറി പി ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽകുമാർ, തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ, നെയ്തലക്കാവ്, അയ്യന്തോൾ, ചൂരക്കാട്ടുകര, ചെമ്പൂക്കാവ്, ലാലൂർ, പൂക്കാട്ടിക്കര, കാരമുക്ക്, കണിമംഗലം, പനമുക്കമ്പള്ളി എന്നീ ഘടകക്ഷേത്രങ്ങളിലെ പൂരാഘോഷ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. ജഗൻ പാത്രമംഗലം രചിച്ച സ്മൃതിയാനം എന്ന നോവലിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന ചടങ്ങിൽ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ പുസ്തക പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരൻ ഡോക്ടർ MN വിനയകുമാർ പുസ്തകം സ്വീകരിച്ചു. എഴുത്തുകാരൻ ഡോക്ടർ CF ജോൺ ജോഫി പുസ്തകം പരിചയപ്പെടുത്തി. ഡോക്ടർ V ശോഭ അധ്യക്ഷത വഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, സാംസ്കാരിക പ്രവർത്തകൻ സൂര്യൻ, ES സൂരജ്, NT ആനന്ദൻ, വിഷ്ണു ഭവദാസ് എന്നിവർ പങ്കെടുത്തു. കുപ്രസിദ്ധ ഗുണ്ട കാപ്പ ഉത്തരവ് പ്രകാരം അറസ്റ്റിലായി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡിയുമായ മുറ്റിച്ചൂർ സ്വദേശി കാഞ്ഞിരത്തെങ്ങൽ വീട്ടിൽ ഹിരത്താണ് അറസ്റ്റിലായത്. തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് നേതൃത്വം വഹിക്കുന്ന തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിൽ. തിങ്കളാഴ്ച പൂരം കൊടിയേറുന്നതോടെ പൂരനഗരിയും പൂരപ്രേമികളും പൂരലഹരിയിലമരും. തിരുവമ്പാടി, പാറമേക്കാവ് ദേവിമാരുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടാണ് പൂരച്ചടങ്ങുകളിൽ പ്രാധാന്യമേറിയവ അരങ്ങേറുന്നത്. ഇരു ഭഗവതിമാരുടെയും എഴുന്നള്ളിപ്പും കൂടിക്കാഴ്ചയും ഉപചാരം ചൊല്ലലും വെടിക്കെട്ടുമൊക്കെയാണ് തൃശൂർ പൂരത്തിലെ പ്രധാന ആകർഷണം. പൂരത്തിനുള്ള ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് എന്നിവർ TCVയോട് പറഞ്ഞു. നമ്മളെ പൂരത്തിന്റെ തിരുവമ്പാടി ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രമാണിയായിട്ട് ചെറുശ്ശേരി കുട്ടന്മാരാരും, അതേപോലെ പഞ്ചവാദ്യത്തിൻ്റെ പ്രമാണിമാരായിട്ട് കോങ്ങാട് മധുവും കോട്ടയ്ക്കൽ രവിയുമാണ്. ചമയം, കൊടത്തുണി, കൊടയുടെ പണികളുമായിട്ട് പുരുഷോത്തമനാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വെടിക്കെട്ട് സതീഷ് മുണ്ടത്തിക്കോടാണ്. 2-3 പന്തലുണ്ട് നമുക്ക്. പന്തലിൻ്റെ നാക്കിനാൽ പന്തൽ മണികണ്ഠൻ പള്ളത്താണ്. അതേപോലെ തന്നെ നടുവിലാലിലെ സൈദലവിയാണ് ആരാധനാ പന്തൽ ബക്സ്. അങ്ങനെ ഓരോ പ്രവർത്തികളും അവരുടേതായ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ 20-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 11-നും 11:30 ഇടയിൽ നമ്മുടെ കൊടിയേറ്റം നടക്കും. പൂരത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് പാറമേക്കാവ്. ഇക്കൊല്ലം പൂരത്തിന് പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത് കേരളത്തിലെ ഏറ്റവും വലുപ്പവും ഭംഗിയുമുള്ള തെക്കൻ തേവർ എന്നറിയപ്പെടുന്ന തൃക്കടവൂർ ശിവരാജുവാണ്.
രാത്രി പൂരത്തിന് എഴുന്നള്ളിക്കുന്നത് പാറമേക്കാവ് ഭഗവതിയുടെ ദാസനായ കാശിനാഥനാണ്. പിറ്റേ ദിവസത്തെ പൂരത്തിന് എഴുന്നള്ളിക്കുന്നത് എറണാകുളം ശിവകുമാർ. അങ്ങനെ ഈ 3 ആനകളെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വെടിക്കെട്ടിൻ്റെ എല്ലാ തയ്യാറെടുപ്പും ആയിക്കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലം പൊട്ടിച്ചാടിയ ആളാണ് ലൈസൻസി ബിനോയ് ജേക്കബ്. പിന്നെ മേളത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം, പാണ്ടി മേളത്തിലെ ചക്രവർത്തിയായ കിഴക്കൂട്ട് അനിയന്മാരാണ് ഇളഞ്ചിത്ര മേളത്തിന് പ്രമാണിയായിട്ട് കൊട്ടാൻ പോകുന്നത്. പിന്നെ ചമയത്തിൻ്റെ എല്ലാ പണികളും ആയിക്കഴിഞ്ഞു. ചമയ പ്രദർശനം 24-ാം തീയതി കാലത്ത് 10 മണിയോടുകൂടി ആരംഭിക്കും. 24-ാം തീയതി വൈകുന്നേരമാണ് സാമ്പിൾ വെടിക്കെട്ട്. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പിലും തയ്യാറായിട്ടിരിക്കും. പൂരത്തിന്റെ പ്രധാന ചടങ്ങുകളായ മടത്തിൽ വരവ്, ഇലഞ്ഞിത്തറ മേളം, കുടമാറ്റം, വെടിക്കെട്ട് തുടങ്ങിയവയെല്ലാം ഇരുക്ഷേത്രങ്ങൾ തനിച്ചും ഒരുമിച്ചുമായി നടത്തുന്ന ചടങ്ങുകളാണ്. കുടമാറ്റവും വെടിക്കെട്ടും ഉപചാരം ചൊല്ലലും ഇരുവിഭാഗങ്ങൾക്കും തുല്യ പങ്കാളിത്തമുള്ള ചടങ്ങുകൾ എന്ന നിലയ്ക്കും തിരുവമ്പാടിയുടെ മടത്തിൽ വരവ്, പാറമേക്കാവിന്റെ പൂരമെഴുന്നള്ളിപ്പ് എന്നിവ അതാത് ക്ഷേത്രങ്ങൾ മാത്രം പങ്കെടുക്കുന്ന എഴുന്നള്ളിപ്പുകൾ എന്ന നിലയിലും ശ്രദ്ധേയമാണ്. തിടമ്പേറ്റാൻ തലയെടുപ്പിൽ പേരുകേട്ട ഗജവീരന്മാരും പൂരപ്രേമികളെ മേളാവേശത്തിൽ ആറാടിക്കാൻ പുകഴ്പെറ്റ മേളപ്രമാണിമാരും ദിഗന്ധങ്ങൾ ഭേദിക്കുന്ന പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാൻ പോന്ന വെടിക്കെട്ട് വിദഗ്ധരും ഒത്തുചേരുന്നതാണ് തൃശൂർ പൂരം. എത്ര അനുഭവിച്ചാലും മതിവരാത്ത ആവേശകരമായ ആ ദൃശ്യശ്രാവ്യ മുഹൂർത്തങ്ങൾ വീണ്ടും നെഞ്ചേറ്റാൻ ദിവസങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. വടക്കുംനാഥ ക്ഷേത്രത്തിലെ 4 ഗോപുര നടകൾക്കും തൃശൂർ പൂരത്തിൽ സവിശേഷ സ്ഥാനമുണ്ട്. ദേവീദേവന്മാർ പൂരത്തിനായി ഈ 4 ഗോപുരങ്ങളിൽ അവരുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നു. 4 ഗോപുരങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത് വടക്കേ ഗോപുരമാണ്. 1971 തീപിടുത്തത്തിൽ ഇത് നശിച്ചു. നിലവിലുള്ള വടക്കേ ഗോപുരം പുതുക്കി പണിതതാണ്. പൂരത്തിന് കൊടിയേറ്റം കഴിഞ്ഞാൽ പാറമേക്കാവ് ഭഗവതി വടക്കേ ഗോപുരം വഴി ചന്ദ്രപുഷ്കർണിയിൽ ആറാട്ട് നടത്തി തിരിച്ചെത്തും. ചന്ദ്രപുഷ്കർണിയെ കൂടാതെ സൂര്യപുഷ്കർണി എന്ന പുണ്യകുളവും വടക്കേ ഗോപുരത്തോട് ചേർന്നുണ്ട്. തെക്കേ ഗോപുരനട പൂരത്തിനും ശിവരാത്രിക്കുമായി വർഷത്തിൽ 2 തവണ മാത്രമാണ് തുറക്കുക. പൂരത്തലേന്ന് നീതലക്കാവ് ഭഗവതി തെക്കേ ഗോപുരനട തുറക്കുന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. പൂര ദിവസം പുലർക്കാലത്ത് കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതും തെക്കേ ഗോപുരം വഴിയാണ്. വൈകിട്ട് തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ തെക്കേ ഗോപുരം വഴി ഇറങ്ങി 15 ആനകളെ വീതം അണിനിരത്തിയാണ് തെക്കേ നടയിൽ വർണ്ണവിസ്മയം തീർക്കുന്ന ചരിത്രപ്രസിദ്ധമായ കുടമാറ്റം അരങ്ങേറുക. കിഴക്കേ ഗോപുരം വഴിയാണ് പൂര ദിവസം രാവിലെ ചെമ്പുക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രവേശിക്കുന്നത്. ഉച്ചയ്ക്ക് പനമുക്കമ്പള്ളി ശാസ്താവും പാറമേക്കാവ് ഭഗവതിയും കിഴക്കേ ഗോപുരവാതിൽ കടന്നെത്തും. നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് കിഴക്കേ ഗോപുരവും അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. പടിഞ്ഞാറേ ഗോപുരം വഴിയാണ് ഘടകപൂരങ്ങളിൽ ഏറിയ പങ്കും വടക്കുംനാഥനെ വണങ്ങാനെത്തുന്നത്. പൂര ദിവസം രാവിലെ കാരമുക്ക് ഭഗവതിയാണ് പടിഞ്ഞാറേ നടവഴി ആദ്യമെത്തുക. തുടർന്ന് അയ്യന്തോൾ, ചൂരക്കോട്ടുകാവ്, ലാലൂർ, നീതലക്കാവ് ഭഗവതിമാരും പ്രവേശിക്കും. ഉച്ച കഴിഞ്ഞ് തിരുവമ്പാടി ഭഗവതിയും പടിഞ്ഞാറേ ഗോപുരം വഴി എഴുന്നള്ളും. പൂരത്തിന് സമാപനം കുറിച്ച് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതും പടിഞ്ഞാറേ ഗോപുര നടയിലാണ്. തൃശൂർ പൂരത്തിന്റെ ആഘോഷ ദിനങ്ങളിൽ ലക്ഷക്കണക്കിന് പൂരപ്രേമികളും ഭക്തരും കണ്ണയക്കുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഗോപുര നടകളിലേക്കാണ്. അണമുറിയാ താരവങ്ങളുടെ ആൾത്തിര കാത്തിരിക്കുകയാണ് ഈ ഗോപുര നടകൾ. TCV, തൃശൂർ. ലോക പൈതൃക ദിനത്തോടനുബന്ധിച്ച് പൈതൃകം ഗുരുവായൂർ നൽകിവരുന്ന പൈതൃക പുരസ്കാരം സോപാന സംഗീത കലാകാരൻ ജ്യോതിദാസ് ഗുരുവായൂരിന് സമ്മാനിച്ചു. 10,001 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. EMS സ്ക്വയറിൽ നടന്ന പൈതൃക ദിനാചരണ ചടങ്ങ് തോൽപ്പാവക്കുത്ത് കലാകാരൻ രാമചന്ദ്ര പുലവർ ഉദ്ഘാടനം ചെയ്തു. അഷ്ടപതി കലാകാരൻ അമ്പലപ്പുഴ വിജയകുമാർ മുഖ്യാതിഥിയായിരുന്നു. പൈതൃക ദിനാഘോഷ സമിതി ചെയർമാൻ ഡോക്ടർ KB പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ കല്ലൂർ ഉണ്ണികൃഷ്ണൻ, നാടോടി നൃത്ത കലാകാരി വൈഗ സുഭാഷ് എന്നിവരെ ആദരിച്ചു. വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, K സുഗതൻ, KK വേലായുധൻ, മുരളി അകമ്പടി തുടങ്ങിയവർ സംസാരിച്ചു. എത്രയും പെട്ടെന്ന് എത്തുകയാണ് അനുഷ്ഠാനങ്ങളും എല്ലാ യുവതലമുറയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യോസേഫ് പിതാവിന്റെ ഊട്ടുതിരുനാളിനുള്ള നേർച്ച പാക്കറ്റുകൾ തയ്യാറായി. സെന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക പാക്കറ്റുകളിൽ നേർച്ച തയ്യാറാക്കിയത്. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി വെഞ്ചരിപ്പ് നിർവഹിച്ചു. സേവ്യർ അറയ്ക്കൽ, ഡേവിസ് തെക്കേക്കര, OJ ജസ്റ്റിൻ, CV സേവ്യർ, PV ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ശനിയാഴ്ച രാവിലെ 10-ന് നൈവേദ്യ പൂജയെ തുടർന്നാണ് നേർച്ച പാക്കറ്റുകൾ വിതരണം ചെയ്യുകയെന്ന് സെന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായ ഗുരുവായൂർ എടപ്പള്ളി ചന്ദനക്കുടം നേർച്ച ആഘോഷിച്ചു. ജാതി മതഭേദമന്യേ 100 കണക്കിന് വിശ്വാസികളാണ് എടപ്പള്ളി മഖാമിൽ നടന്ന ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. നേർച്ചയുടെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ മക്കാം പരിസരത്ത് എത്തിച്ചേർന്നു. പാലയൂർ മോസ്കോ നഗറിൽ നിന്ന് താബൂത്ത് കാഴ്ചയും ഗമയ നഗറിൽ നിന്ന് കൊടിയേറ്റ കാഴ്ചയും ജാറമംഗണത്തിലെത്തി.
ബാൻഡ് സെറ്റ്, മുട്ടുംവിളി, ദഫ്മുട്ട്, കോൽക്കളി, തമ്പോർ എന്നിവ കാഴ്ചകൾക്ക് കൊഴുപ്പേകി. ചക്കരക്കഞ്ഞി വിതരണത്തിലും നേർച്ച ഭക്ഷണ വിതരണത്തിലും ആയിരങ്ങൾ പങ്കാളികളായി. കൊടുങ്ങല്ലൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ KSRTC ബസിന്റെ ചില്ലടിച്ചു പൊട്ടിച്ചു. ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസ്സിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ബസ്സിനെ പിന്തുടർന്നെത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവർ മുൻവശത്തെ ഗ്ലാസ് കൈകൊണ്ടടിച്ച് തകർക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,280 രൂപ, പവന് 1,14,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ച 9 പേർക്ക് നാടിന്റെ യാത്രാമൊഴി. പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരങ്ങളിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ജില്ലയിൽ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ വാഹനാപകടങ്ങളിൽ ജീവൻ പൊലിഞ്ഞത് 21 പേർക്ക്. അപകടങ്ങളേറെയും അമിത വേഗവും ഗതാഗത നിയമ ലംഘനവും മൂലം. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. ചെറുനാരങ്ങയ്ക്കും തീപിടിച്ചതില്ല. നിയമപോരാട്ടം വിജയം കണ്ടതോടെ സ്വരാജ് റോഡിന്റെ ഇന്നർ ഫുട്പാത്ത് തൃശൂർ പൂരത്തിന് മുൻപ് പൂർണ്ണമായി സഞ്ചാരയോഗ്യമാകും. സ്വപ്ന തിയേറ്റർ മുതൽ തെക്കേ ഗോപുര നടവഴിയുള്ള ഭാഗമാണ് ടൈൽ വിരിച്ച് നവീകരിച്ചത്. മണ്ണുത്തി മാടക്കത്തറയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്നു. 4 സെന്റ് ഉന്നതിയിൽ താമസിക്കുന്ന നിഖിലാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർ കസ്റ്റഡിയിൽ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. പൂരത്തിന് തിങ്കളാഴ്ച കൊടിയേറും. ഗുരുവായൂർ താമരയൂർ കൊടുവള്ളിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലും പുതുക്കാട് സ്വാമിയാർക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും മോഷണം. കൊടുവള്ളിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പണവും പൂജാപാത്രങ്ങളും കവർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.